ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു വ്ളോഗാണ്. അതായത് നമ്മൾ അല്ലയിൽ തന്നെയിലെ ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിന്, ഇൻ്റർനാഷണൽ ഫ്ലവർ ഫെസ്റ്റിവൽ. മെയിനായിട്ട് നമുക്ക് കുട്ടികൾക്കും നമുക്കും തന്നെ ഇതിനെപ്പറ്റി, ഈ ഫ്ലവേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയേണ്ടത്, ഒരു ബ്രീഫായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷൻ സോൺ പോലെ അങ്ങനെ നടത്തിയതാണ്. അതായത് ഈ ഓരോ രാജ്യത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഓരോ ഫ്ലവേഴ്സ് ഉണ്ടാവില്ല, അപ്പം അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഷോ. അപ്പോൾ ഇത് ഒരു പകൽ മാത്രമല്ല, നൈറ്റിലാണ്. അവിടെ നൈറ്റിൽ ലേസർ ഷോവും അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ പോയൊരു ടൈം ഒരു ഈവനിങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലവറെല്ലാം നല്ല രീതിയിൽ കാണാമല്ലോ ഡേ ലൈറ്റിൽ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ, ഭയങ്കര രസം തന്നെ. ഇങ്ങനെ ഈ പൂക്കൾ നോക്കിയിട്ട് നടക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. അതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് ഇങ്ങനെ നടക്കൽ തന്നെ. ഇതെല്ലാം ഒരു ഏരിയ മൊത്തം. പിന്നെ ഉള്ളത് ഫുള്ള് ഫുഡ് സ്റ്റാളാണ്. അതായത് നമ്മൾ അറബിക് ടൈപ്പും പിന്നെ എല്ലാ പിസ്സ, ബർഗർ അങ്ങനെയുള്ള എല്ലാ ടൈപ്പും, മെയിൻലി അറബിക് ഡിഷിലുള്ള സ്റ്റാൾസാണുള്ളത്. പിന്നെ ചായ അങ്ങനെയുള്ള സംഭവങ്ങൾ, സ്പെഷ്യലായിട്ടുള്ള കടച്ചായ അങ്ങനെയുള്ള സംഭവങ്ങളിലുള്ള ജ്യൂസ് കൗണ്ടർ അങ്ങനെയെല്ലാം ഉണ്ട്. മെയിനായിട്ട് ഇത് ഒരു മഗ്‌രിബിൻ്റെ എല്ലാം നിസ്കാര ശേഷമാണ് രാത്രിയിലെ ഷോ എല്ലാം സ്റ്റാർട്ട്. എന്താണെന്നറിയില്ല, കുട്ടികൾ ഈ പൂവൊന്നും കണ്ടിട്ട് അതിനെ ഒന്നും നുള്ളി നോവിച്ചിട്ട് വരില്ല. പൂവിനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് വിചാരിച്ചെങ്കിൽ അല്ല, അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അതുകൊണ്ടായിരിക്കും മിക്കവാറും. പിന്നെ ഇതിങ്ങനെ ഭംഗിയില്ല കാണുമ്പോൾ ഇങ്ങനെ നുള്ളി പറിച്ചെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഒരാളിങ്ങനെ പറയുന്നത് റോസാപ്പൂവാണെന്നല്ല. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ അതിൻ്റെ പേരറിയാത്തതുകൊണ്ട് ഞാൻ വേഗം സൺഫ്ലവർ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതാന്ന് സൂര്യകാന്തി പൂന്ന്. അത് സൺഫ്ലവർ അല്ലേ. അപ്പോൾ ഫ്രണ്ട് മെയിൻ എൻട്രൻസിലുണ്ടൊരു സൺഫ്ലവർ, അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി, അത് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കണ്ടൊരു ഈ ചോട്ടാ ബി പറയുന്നുണ്ട് ആ സൺഫ്ലവറാണെന്ന്. ക്ലാസ് കണ്ണാണില്ല. ഫാമിലി മീറ്റിംഗ്. കേക്ക് മാറ്റിയിരുത്തുള്ളേ ചെസ് ബോർഡിൽ. അതോട്ടിട്ട് തൊടല തുള്ളേ തുള്ളേ അപ്പത്തേക്ക് പിന്നെ തുള്ളേ. അയ്യോ 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 അയ്യോ, ഫോട്ടോ എടുത്താ?
അങ്ങനെ നമ്മൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് സൂപ്പർ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ മെയിനായിട്ട് കോഴിക്കോടൻ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഉള്ളത്. ചായക്കുള്ള പലഹാരങ്ങൾ തന്നെ അധികമുള്ളത്. അപ്പോൾ ചായ കുടിക്കുന്നവർ ചായ കുടിച്ച്, ഞാനൊരു ചിക്കു ഷേക്ക് കഴിച്ച്, പിന്നെ ഇറച്ചിപ്പട്ടി, കല്ലുമ്മക്കായി, അങ്ങനെ ഇല്ല അവിടെ എന്ത് സ്പെഷ്യലില്ല അതെല്ലാം കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് അവിടെ നിന്ന് എടുത്ത കുറച്ച് സ്റ്റിൽസാണ്. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.